അപ്പോൾ എൻ്റെ ഈ അപകടം കൊണ്ട് എനിക്ക് പഠിച്ചതും എനിക്ക് ഗുണം, അതേ സമൂഹത്തിന് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചെറുതല്ല. എന്നെ കൊണ്ട് ഈ സമൂഹത്തിന് കിട്ടാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഗുണമാണ്. ബുഷ് യെല്ലോ ലെമൺ എന്ന് പറയുന്ന ഒരു യെല്ലോ പാക്കറ്റാണ്. പഴംപൊരിയിൽ മഞ്ഞ കളർ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന ഒരു പൗഡറാണ്. പിന്നെ അത് ടാറ് വരെയുണ്ട്. അയാളൊരു 1000, 1500, 2000 രൂപയുടെ കച്ചവടം ചെയ്യുക. അയാൾ ചെയ്യുന്ന ദുഷ്ടത്തരം എത്രയാണെന്ന് അയാൾക്ക് പോലും അറിയില്ല. ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കളറുകൾ നമ്മൾ നിരന്തരം യൂസ് ചെയ്ത ആങ്സൈറ്റി, കൺഫ്യൂഷൻ, ടെൻഷൻ, ഡിപ്രഷൻ, ക്യാൻസർ, കിഡ്നി ഡാമേജ് എന്ന് പറഞ്ഞാൽ പോരെ ഏകദേശം ഞാൻ ഇതിനെ മുഴുവൻ ഡീറ്റെയിൽ വെച്ചിട്ട് ഹലാൽ ഉൾപ്പെടെ ഞാൻ സർക്കാരിന് PM-ന് ലെറ്റർ എഴുതും. ഇവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുവന്നേക്കാണ് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി. ആർക്കാ ഇതിൻ്റെ ഗുണം? 48 മണിക്കൂറിന് മുകളിൽ പോയിട്ടും ആ വേപ്പിൻ്റെ ഒരു ഇല പോലും കരിഞ്ഞിട്ടില്ല. സഹിക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ടിരിക്കണം. നിങ്ങൾ ചുമ്മാ പോയൊരു നല്ല മരത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. ഞാനൊരു സാധാരണ മനുഷ്യനായി പോയി കെഞ്ചുക ചെയ്തു. ഞാനിവിടെ ഒരാശ്രമം ഉണ്ടാക്കാൻ പോകുന്ന ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ വൃക്ഷലതാദികളും ഭൂതഗണങ്ങളും ജീവജാലങ്ങളും മുഴുവൻ ഒഴിവായി തന്നു. നമ്മൾ ആ ഭൂമിയിൽ എത്ര നല്ല പ്രവൃത്തി മനുഷ്യന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാം. വരാൻ പോകുന്നതിനെ പ്രപഞ്ചം സംരക്ഷിക്കുക അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റും. സാധാരണ ഏറ്റവും നല്ല സ്ഥലത്ത് പോയിട്ടാണ് എല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കെട്ട സ്ഥലത്ത് പോയിട്ടാണ് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. എനിക്ക് ലാഭം കിട്ടുമല്ലോ എന്നുള്ളൂ, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണല്ലോ. ഞാൻ അതേപോലെ ഇൻഷുറൻസിൻ്റെ ഒംബുഡ്സ്മാൻ, അതേപോലെ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന് ഗുണം കിട്ടുന്നു, അവിടെയെല്ലാം ഞാനിത് അറിയിക്കും. അപ്പോൾ എൻ്റെ ഈ അപകടം കൊണ്ട് എനിക്ക് പഠിച്ചതും എനിക്ക് ഗുണം, അതേ സമൂഹത്തിന് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചെറുതല്ല. എനിക്ക് ആ വണ്ടിയിൽ ലോസ് സംഭവിച്ചത് ഇത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇത്രയും ബുദ്ധിമുട്ടാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഈ സമൂഹത്തിന് കിട്ടാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഗുണമാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? എൻ്റെ ഓരോ അപകടവും എൻ്റെ ഓരോ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് വേറെ ശപിക്കുകയോ, ഈ ലോകം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം യാത്രയ്ക്കിടയിൽ ഒരു ചെറിയ പെട്ടിക്കട ഷോപ്പുകാരൻ ഒരു തോർത്തുകൊണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ചെറിയ കടക്കാരൻ്റെ ചായക്കടയിൽ മായമില്ല എന്നുള്ളതല്ലേ നമ്മുടെ ധാരണ. ആ കടയിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് കരുതി ചെന്നു. പ്രപഞ്ചം എന്നെ സംരക്ഷിക്കുന്ന കാര്യമാണ് പറയണത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അയ്യോ കറണ്ടില്ലല്ലോ, ചായ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാരങ്ങ വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു. നാരങ്ങ വെള്ളം ഇങ്ങനെ ആലോചിച്ചിട്ട് നാരങ്ങ വെള്ളം തന്നേരെന്ന് പറഞ്ഞു. നല്ല ദാഹവും വിശപ്പുമാണ്. അപ്പോൾ ആ ചേച്ചി നാരങ്ങ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടി എടുക്കുകയാണ്. ഇത് എന്ത് പൊടിയാണെന്ന് ചോദിച്ചു. പഞ്ചസാരയുടെ പൊടിയാണെന്ന് പറഞ്ഞു. പഴയ മനസ്സിലെന്തോ ഒരു സാധനം പോലെ കത്തുണ്ട്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ശിഷ്യന്മാർ 6-7 പേരുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ പതുക്കെ ഇങ്ങനെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കണ്ണോടിച്ചു. അവിടെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്. ബുഷ് യെല്ലോ ലെമൺ എന്ന് പറയുന്ന ഒരു യെല്ലോ പാക്കറ്റാണ്. ആ സാധനത്തിന് പതുക്കെ ഒരു ഫോട്ടോ പുള്ളിയെടുത്ത് കയ്യിൽ വെച്ചു. ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ആ സാധനം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു. പഴംപൊരിയിൽ മഞ്ഞ കളർ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന ഒരു പൗഡറാണ്. ഞങ്ങളെക്കൊണ്ട് അവിടുന്ന് പഴംപൊരി കഴിപ്പിച്ചില്ല കേട്ടോ. അവിടുന്ന് ഒരു സാധനം കഴിപ്പിച്ചില്ല. ഞങ്ങൾ അവിടുന്ന് പോന്നു, ഒരു സാധനം കഴിച്ചില്ല. ഞാൻ അവിടുന്ന് ഉള്ളിവട ഉണ്ടായിരുന്നു കഴിച്ചു, പഴംപൊരി ഉണ്ടാക്കിയത് കഴിച്ചില്ല. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. പോരുന്ന വഴിക്ക് ഞങ്ങൾ 3 വണ്ടിയിലാണ്. അപ്പോൾ ഞങ്ങളിരിക്കുന്നവർ ഇത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഈ സാധനത്തിനകത്തുള്ള ഡീറ്റെയിൽ വായിച്ചു നോക്കിയപ്പോൾ ഇതൊരു ഫുഡിൽ ചേർക്കുന്ന കളറാണ്, സർക്കാർ അംഗീകരിച്ചേക്കണതാണ്. ഈ കളറിനകത്തേ കൂടെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ടാറ് വരെ ഉണ്ട്. ഈ സാധനത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റിഫായിട്ട് ഒരു 6, 7, 8 മണിക്കൂർ കഴിഞ്ഞാലും ഒടിയോ പോലില്ല. ഇതിങ്ങനെ കിടും എന്നും പറഞ്ഞിരിക്കും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ സ്കൂട്ടറിൽ വന്ന് പഴംപൊരി മേടിക്കാൻ നിൽക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് മേടിക്കാൻ. ഒരു സാധാരണ കൊച്ചു കടയാന്ന് വിചാരിക്കണം. അയാളൊരു 1000, 1500, 2000 രൂപയുടെ കച്ചവടം ചെയ്യുക. അയാൾ ചെയ്യുന്ന ദുഷ്ടത്തരം എത്രയാണെന്ന് അയാൾക്ക് പോലും അറിയില്ല. പക്ഷേ ഇതിവിടെ എല്ലാം നടക്കുന്ന ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എന്നെ പ്രപഞ്ചം മനസ്സിലാക്കി തന്നെ പറയണത്. എന്നെ പ്രപഞ്ചം അവിടെ നിന്ന് രക്ഷിച്ചില്ലേ. അവിടെ ഇരിക്കുന്ന പഞ്ചസാര മായമാണെന്നുള്ള നമുക്ക് മനസ്സിലായി. പഞ്ചസാര അല്ലാതെ അതൊരു വെളുത്ത എന്തോ പൊടിയാണ്. പഞ്ചസാര പൊടിച്ചു വെച്ചതെന്നാണ് പറയണത്. പക്ഷേ പഞ്ചസാര പൊടിച്ചു വെച്ചേക്കണം, അല്ല വെളുത്ത എന്തോ പൊടിയാണ്. ഈ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഈ പൗഡർ ചേർക്കാൻ അയാൾ തയ്യാറാവുന്നുണ്ട് എങ്കിൽ ഇതും അയാൾ തയ്യാറ് തന്നെ. ഇതുപോലെ സകല ഭക്ഷണത്തിലും ഇതുകൊണ്ടുള്ള ദൂഷ്യം എന്താണെന്നറിയാമോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനെ പഠിച്ചപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കളറുകൾ നമ്മൾ നിരന്തരം യൂസ് ചെയ്ത ആങ്സൈറ്റി, കൺഫ്യൂഷൻ, ടെൻഷൻ, ഡിപ്രഷൻ, ക്യാൻസർ, കിഡ്നി ഡാമേജ് എന്ന് പറഞ്ഞാൽ പോരെ ഏകദേശം ഒരു 10-62ഓളം അസുഖങ്ങളുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉൾപ്പെടെ.
ഇത് മുഴുവൻ വിളിച്ചു വരുത്തുന്ന സാധനമാണ് ചെറിയ പെട്ടിക്കടയിൽ പഴംപൊരി ഉണ്ടാക്കുന്നതിന്. പക്ഷെ ഇതെല്ലാം ഇവിടുത്തെ സർക്കാർ അംഗീകരിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ? ഇതാണ് സഹോദര പറയണത്. എൻ്റെ യാത്രയും എൻ്റെ അനുഭവങ്ങളും ഞാൻ പഠിക്കുകയാണ്. ഇത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിനെ മുഴുവൻ ഡീറ്റെയിൽ വെച്ചിട്ട് ഹലാൽ ഉൾപ്പെടെ ഞാൻ സർക്കാരിന് ഞാൻ PM ലെറ്റർ എഴുതും. ഇവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുവന്നേക്കാണ് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി. ആർക്കാ ഇതിൻ്റെ ഗുണം? ചായപ്പൊടിയിൽ മായമുണ്ടെന്ന് നമുക്കറിയാം. പച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഞാനൊരിക്കലും യാത്ര ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കാനും ശ്രമിക്കാറില്ല. എപ്പോഴും എൻ്റെ വണ്ടിയിൽ ഭക്ഷണം ഉണ്ടാവും, എല്ലാ സൗകര്യവും ഉണ്ടാവും. പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ നിവൃത്തികേട് കൊണ്ട് വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഇതിവിടെ ആലുവയിൽ ഒരു സ്വാമിയുടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കാം, അവിടെ ഇരിക്കുന്ന ലഡുവിൻ്റെ കളർ എന്താണ്? കളറില്ല. ആ കടലമാവിൻ്റെ അതേ കളറാണ്. അവിടുത്തെ നിങ്ങൾ ഭക്ഷണം പോയി കഴിച്ചു നോക്ക്. സാധാരണ മസാല പോലത്തെ അല്ല, എല്ലാം ശുദ്ധമാണ്. അവിടുത്തെ എല്ലാ സാധനവും ശുദ്ധമാണ്. ഇങ്ങനെ എല്ലാവർക്കും ഷോപ്പ് നടത്താൻ പറ്റുമോ? ഇനി അവിടെ ശുദ്ധമല്ലാത്ത കണ്ടുപിടിക്കാൻ വേണ്ടി ആരെയും പോയിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഇന്ന് വരുന്ന പാലിനകത്ത് മായമാണ്. പാലിനകത്ത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പൗഡർ ചേർക്കും. ഞാൻ എപ്പോഴും കട്ടൻ ചായയും കൊണ്ടാണ് നടക്കുന്നത്. പാൽ ഉപയോഗിക്കൽ ഓൾമോസ്റ്റ് നിർത്തിയെന്ന് തന്നെ പറയാം. നമുക്കൊന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. എവിടെ പോയാലും മായവും ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് അറിയില്ലാഞ്ഞിട്ടല്ല, അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിസ്വാർത്ഥനായി ജീവിച്ചു പോകും. അപകടത്തെപ്പറ്റി അറിയില്ലാഞ്ഞിട്ടല്ല, അപകടത്തെ അറിഞ്ഞിട്ടും നമ്മൾ അറിയാത്തതുപോലെ നിസ്വാർത്ഥമായി ജീവിക്കുകയാണ്. വരാൻ പോകുന്ന അറിയില്ലാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിസ്വാർത്ഥനായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് വാത്മീകി ആശ്രമത്തിലേക്ക് വരുമ്പോൾ 7 ദിവസത്തിന് ശേഷം ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ഇത്തരത്തിലുള്ള ഭൂതഗണങ്ങൾ അത് അവിടുന്ന് ഒഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടോ? 7 ദിവസമല്ല, 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പ്രവേശിച്ചത്. ആ മരങ്ങളെല്ലാം നമുക്ക് പോയതിന് തുല്യമായിട്ടാണ് നിൽക്കുന്നത്. അവർ പോയി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു വേപ്പ് പറിച്ചിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചു. ആ വേപ്പ് പറിച്ച് മാറ്റി വെച്ചിട്ട് 48 മണിക്കൂറിന് മുകളിൽ പോയിട്ടും ആ വേപ്പിൻ്റെ ഒരു ഇല പോലും കരിഞ്ഞിട്ടില്ല. ആ വേപ്പ് പറിച്ച് മാറ്റി വയ്ക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ വേപ്പ് ഞങ്ങൾ നടാൻ പോവാണ്, ഇവിടെ നിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് സ്ഥാപിക്കാൻ പോവാണ്. ആ വേപ്പിന് അതറിയാം നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന്. ബാക്കിത്തെ മരങ്ങൾ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്ത പലതും മാറ്റി, ചെറിയ 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 മരങ്ങളാണ്. അപ്പോൾ ആ തരം മരങ്ങളെ മാറ്റി. അവരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. നമുക്ക് ആ മരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും മരം സംസാരിക്കണം, നമുക്കറിയാം. മരം സംസാരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആര് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഭയങ്കര ദുഃഖവും ടെൻഷനും ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ടിരിക്കണം. നിങ്ങൾ ചുമ്മാ പോയൊരു നല്ല മരത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലൊരാളെ കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെ നിങ്ങളങ്ങോട്ട് കരഞ്ഞ് നിങ്ങളുടെ ദുഃഖം അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ പ്രശ്നം മുഴുവൻ ആ മരം ഏറ്റെടുത്തിട്ട് നിങ്ങളിങ്ങനെ ഉറങ്ങിയ പോലെ നിൽക്കും. കണ്ണ് തുറക്കും, നിങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇത്രയും നിസ്വാർത്ഥമായ ഒരു ജീവജാലമാണ് ഈ പ്രപഞ്ചത്തിലെ മരം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഒരു മരത്തെ നശിപ്പിക്കാൻ പറ്റും? മനുഷ്യൻ വസിക്കുന്ന സ്ഥലത്ത് ഉറുമ്പ് മുതൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അനുവദിക്കില്ല. ഭയങ്കര നികൃഷ്ട സ്വഭാവമാണ് മനുഷ്യൻ. അവൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. ഈ ലോകത്തെ ഭൂമിയിലെ മറ്റൊരു ജീവജാലങ്ങളെപ്പറ്റിയും ചിന്തിക്കണില്ല. ഇനി എൻ്റെ അപകടത്തെപ്പറ്റി നിങ്ങൾ ആദ്യം ചോദിച്ചു. ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിൽ അവിടെ ജീവജാലങ്ങൾക്ക് അനുഭവിക്കേണ്ട ദുഃഖത്തെ അപേക്ഷിച്ച് നോക്കിയാൽ എനിക്ക് പറ്റിയ അപകടം ഒന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ ആ എത്ര നല്ല പ്രവൃത്തി ആവട്ടെ, നിങ്ങളൊരാൾ നിൽക്കുകയാണ്, നിങ്ങളോടൊരു VIP ഒന്നേച്ച് പറയുകയാണ് ഒന്ന് വഴി മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം കയറില്ലേ? ഞാനൊരു സാധാരണ മനുഷ്യനായി പോയി കെഞ്ചുക ചെയ്തത്. ഞാനിവിടെ ഒരാശ്രമം ഉണ്ടാക്കാൻ പോവാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ വൃക്ഷലതാദികളും ഭൂതഗണങ്ങളും ജീവജാലങ്ങളും മുഴുവൻ ഒഴിവായി തന്നു. അത് അവരുടെ നല്ല മനസ്സാണ്. എനിക്ക് സംഭവിച്ചതിനകത്ത് എനിക്ക് ഒരു വിഷമവുമില്ല. എന്നെ നശിപ്പിച്ചില്ലല്ലോ, ചെറിയൊരു വേദന തന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ കടപ്പെട്ടിരിക്കുക. ഇനി എങ്ങനെയായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? 7-8 ദിവസങ്ങളിൽ അവിടെ ഒരു വിശേഷാൽ ധ്യാനവും ഒരു ശാന്തിഭവനവും നടക്കുന്നുണ്ട്. 250 പേരോളം പങ്കെടുക്കുന്ന ഒരു വിശേഷാൽ ധ്യാനവും ശാന്തിഭവനമാണ്. അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ ശിഷ്യഗണങ്ങൾ ഉണ്ടാക്കിയെടുത്ത സമിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ഹോമം നടത്താൻ പോണത്. കാശ് കൊടുത്ത് വെളിയിൽ നിന്ന്
അല്ലെങ്കിൽ വെട്ടുനെയ്യും സാധനമൊന്നും കൊണ്ടുവച്ചിട്ടല്ല. ഏറ്റവും നല്ല രീതിയിൽ ധർമ്മത്തിന് അനുശാസിക്കുന്ന രീതിയിലുള്ളത്. അത് ചെയ്യുമ്പോഴും തിക്താനുഭവം എന്തെങ്കിലും കിട്ടും. അതെന്തുകൊണ്ടാണ്? നോക്ക്, ഞാൻ വീണ്ടും അത് തന്നെയാണ് പറയണത്. നമ്മൾ ആ ഭൂമിയിൽ എത്ര നല്ല പ്രവൃത്തി മനുഷ്യന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുകയാണ്. മറ്റുള്ള ഭൂതഗണങ്ങൾക്ക് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണത്? ഇപ്പം ഞാൻ വീട് പണിയുന്നു, ഞാൻ നമ്മുടെ അവിടെ ആ ശംഖ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു കുഴി എടുക്കുകയാണ്. ആ കുഴി എടുക്കുന്ന സമയത്തും അതിൻ്റെ ഉള്ളിൽ ഒരു ഉറുമ്പും ഒരു ജീവി വേറെ വന്നിയാടി. എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരാളോട് പറഞ്ഞു, അയ്യോ അതിനകത്ത് ഉറുമ്പ് എന്ന് പറഞ്ഞു. അതിനെങ്ങനെ തന്നെ എടുത്ത് കരയ്ക്ക് കയറ്റി വിട്ടു. അപ്പോഴത്തേക്കും വേറൊരു ജാതി ഒരു പ്രാണി വന്നു, അതിനെ അവിടെ നിന്ന് മാറ്റി വിട്ടു. ഇതെവിടെ നിന്നാണ് വരണത്? നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഒരു ചെറിയ ജീവിയെ കാണിച്ചു തരും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ജീവജാലവും മരിക്കാതിരിക്കുമോ? ഒരു മനുഷ്യനൊരു ബിൽഡിങ്ങിന് താഴെ വീണ് മരിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ എന്തായിരിക്കും കോലാഹലം? ശരിയല്ലേ? പക്ഷേ ഇത്രയും കുഞ്ഞു ജീവജാലങ്ങൾ നമ്മളൊരു സംശയം ഉണ്ടാക്കുമ്പോൾ അവിടെ മരണപ്പെടണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട്. അവിടെ ഉണ്ടായ ദുർമരണത്തെ പറ്റി ബാക്കി പറഞ്ഞില്ലായിരുന്നു? ആ ദുർമരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ചേച്ചിയെ ബസ് വന്നിടിച്ച് എന്താ സ്പോട്ടിൽ മരിച്ചു. അവിടെ തന്നെ ഉള്ളു? ആ നാട്ടിൽ തൊട്ടടുത്ത് തന്നെയുള്ളത്. അത് സംഭവിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം അതിൻ്റെ ടൈമിങ് എനിക്ക് പിടിക്കാവുന്ന, എന്നെക്കൊണ്ട് സംരക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ കൈപ്പിടിയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ ഞാൻ നിന്നു. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വീതിച്ച് ഞാനും കൊണ്ടുപോയില്ലേ. ഞാൻ ആർക്കും മോശം വന്നെന്ന് ആഗ്രഹിച്ച ആളല്ല. അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള അതേപോലെ മറ്റൊരു അനുഭവം എനിക്കും വന്നു. പക്ഷെ അതുകൊണ്ടും അവിടെ തടഞ്ഞില്ല. അവിടെ സംഭവിക്കാനുള്ള അവിടെ സംഭവിച്ചു, ഇവിടെ സംഭവിക്കാനുള്ള ഇവിടെയും സംഭവിച്ചു. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വരാൻ പോകുന്നതിനെ പ്രപഞ്ചം സംരക്ഷിക്കുക അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ദേവതാ കോപമായിട്ട് എപ്പോഴൊക്കെ തോന്നി? ഒരിക്കലുമില്ല. ദേവതകൾ എന്തിനാണ് കോപിക്കണത്? അവർക്ക് സന്തോഷമല്ലേ ഉള്ളൂ നല്ലത് ചെയ്യണത്. മാനവരാശിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് നമ്മളെപ്പോഴും പറയും. മാനവരാശിക്കല്ല, പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കുന്നുള്ളൂ. നിങ്ങൾ സീതാദേവി ചെയ്ത പ്രവൃത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. സീതാദേവി ഭക്ഷണം വിളമ്പി വെച്ച് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾ വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തിട്ട് പട്ടിണിക്ക് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സീതാദേവിയുടെ ധർമ്മത്തെ സംരക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത്. രാമായണം എഴുതി തന്ന വാത്മീകി മഹർഷിയെ ലോകത്ത് നിന്ന് മറഞ്ഞു പോകേണ്ടതിനെ സംരക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത്. ഹനുമാൻ സ്വാമിയുടെ നിഷ്ഠയിൽ ജീവിക്കുന്ന ലോകത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അല്ലാണ്ട് അവിടെ ബാറോ കള്ളുഷാപ്പോ തുടങ്ങാനല്ല. അല്ലേ? വയനാട്ടിലൊക്കെ ആൾക്കാർ പോകുന്നത് ഇങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് കള്ളുഷാപ്പോ ബാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് പരിപാടികൾ ചെയ്യാനാണ്. ഞാനവിടെ ഒരു ബിസിനസ്സും ചെയ്യാൻ പോകണമല്ല. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, എൻ്റെ ചുറ്റുപാടുള്ളവരും സന്തോഷമായിട്ട് ജീവിക്കണം, ഈ ലോകം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്കിത് മാത്രമേ ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എളിയ ശ്രമമാണത്. ചെറുതല്ല, ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഏരിയ ഒന്ന് ശുദ്ധിവൃത്തിയാക്കി എടുക്കുക. സാധാരണ ഏറ്റവും നല്ല സ്ഥലത്ത് പോയിട്ടാണ് എല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യണത്. ഞാൻ ഏറ്റവും കെട്ട സ്ഥലത്ത് പോയിട്ടാണ് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. അവിടെ പുണ്യഭൂമി ആണെന്നുള്ളത് എനിക്കറിയാം. ആ നാട്ടുകാർക്ക് പോലും അത്ര ഓർമ്മയില്ല. അതറിയാമെന്നുണ്ടെങ്കിൽ അവരാ നാട്ടിലെ വാത്മീകി മഹർഷിയുടെ ആശ്രമം സംരക്ഷിക്കാൻ ഞാൻ ചെല്ലണം. അതേപോലെ വാത്മീകി മഹർഷിയുടെ അവിടെ ഒരു ഗുഹയിരിപ്പുണ്ട്. ആ ഗുഹയുടെ താഴെ മുഴുവൻ കണ്ട മനുഷ്യന് നടന്നു പോകാൻ പറ്റില്ല, മുഴുവൻ ചെളിക്കുണ്ടായിട്ട് കിടക്കുക. സംരക്ഷിക്കാൻ ഞാൻ ചെന്നിട്ട് വേണം. ഈ ബാംഗ്ലൂർ കിടക്കണ എനിക്ക് എന്ത് പുണ്യം കിട്ടിയിട്ട് എനിക്ക് കിട്ടുന്ന മുഴുവൻ അടികളാണ്. ഇതാര് തൊട്ടാലും അവൻ ഇതിനേക്കാൾ വലുതായിരിക്കും കിട്ടാൻ പോകണം. ഞാനായതുകൊണ്ട് കണ്ണി കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ടുപോകും. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ പിന്നോട്ട് മാറണില്ല. മുന്നോട്ട് വെച്ച കാര്യം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്നെ നയിക്കുന്ന എൻ്റെ ഗുരുവാണ്. എന്താണെങ്കിലും അവിടുത്തെ പ്രവർത്തികൾ മുന്നോട്ട് പോട്ടെ. ഒരുപാട് നന്ദി.